പഞ്ചപാണ്ഡേശ്വരി കൊമ്പസൂത്ര എന്ന് പറഞ്ഞൊരു പൂജയാണ്. ഹലോ ഹലോ എന്ത് സുഖമാണ് നിനക്ക് കിട്ടണ ചന്ദ്ര. നീ ഒത്തിരി സുഖിപ്പിക്കല്ലേ, എനിക്കങ്ങ് സുഖം കൂടുന്നു. നീ ഒരു പാട്ട് പാടി കേക്കട്ടെ എന്നാ. ഓ നീ അടിപൊളിയായിട്ട് പാടുന്നുണ്ടല്ലോ. കാസ്ട്രോ ആയിക്കോട്ടെ, ബ്രാവോ ആയിക്കോട്ടെ, ഇവരുമായിട്ടൊക്കെ എങ്ങനെ പൊക്കോണ്ടിരുന്നായിരുന്നു നമ്മൾ ഒരു സമയം വരെ. സ്വാമിയെ കണ്ടോ? ഓ കണ്ടു, നീണ്ട മുടിയുള്ള. ഓക്കെ അങ്ങോട്ട് വരാം. വരിക. ആ ഹലോ. ഹലോ. ആ പറഞ്ഞോ സ്വാമി. അതെ അതെ അതെ. കുടുംബത്തിന് സ്വാമി ബാക്ക്ഗ്രൗണ്ട് സോങ് വെക്കട്ടെ. പറയുന്നത് വേണ്ട വേണ്ട വേണ്ട. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ കുടുംബത്തിന് വിനയായി വരാനുള്ള ഒരു എന്താ പറയാ, ഒരു വലിയൊരു ദുരന്തം തന്നെ അടുത്തൂടെ പോകാനുള്ള നല്ല ചാൻസ്. അത് മനുഷ്യന്റെ രൂപത്തിൽ മാത്രമല്ല, മൃഗങ്ങളുടെ രൂപത്തിലും പക്ഷിയുടെ രൂപത്തിലും അടിച്ചതായാലും എന്താ, തിരിച്ചടിക്കാനും വരുമല്ലോ. നമുക്ക് എപ്പോ അടിച്ചുകൊടുക്കാൻ പറ്റൂലല്ലോ. നമുക്ക് ഒരു ഹോമം നടത്തിയ ഇതൊക്കെ പിഴുതെറിയാം, നേരത്തെ പിഴുതെറിയാൻ പറ്റും. ചന്ദ്ര എന്തോ ഒരു ദുരന്തം വരാൻ പോണെന്ന് ടിവിക്ക്. ഏറ്റവും വലിയ ദുരന്തം അണ്ണ മറ്റേ അവനെ കോലിഡറാക്കിയാണ് ഏറ്റവും വലിയ ദുരന്തം. അത് അപ്പോഴേ ഞാൻ പറഞ്ഞാണ് ദുരന്തം കഴിഞ്ഞ് ഇത് കുറച്ച് ദിവസമായി വന്നിട്ട്. ഇതാണോ താങ്കൾ പറഞ്ഞ ദുരന്തം? ഇനി വരാൻ പോകുന്ന ദുരന്തങ്ങളെ കുറിച്ചാണ്. അതെ, ഇനി വരാൻ പോകുന്ന ദുരന്തം. വന്നതൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനിയിപ്പോ കൈമൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഈ സ്വന്തം നാട് നോക്കിയിട്ടുണ്ടോ? സ്വന്തം ആയിട്ടുള്ള ഇത് നിങ്ങളുടെ നോക്കിട്ട് മരണം കാണുന്നു. കാണുന്നു നമ്മൾ. എന്റെ നക്ഷത്രം ഭരണിയാണ്. അതിന്റെ അടപ്പ് തുറന്നാലായി. അതിന്റെ അടപ്പ് തുറന്നാലായി. അടപ്പ് തെറിക്കാതെ നോക്കിയോ. ഇപ്പൊ ഇതാണോ മക്കളെ പ്രശ്നം? ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കുടുംബത്തിനൊരു ദുരന്തം വരുന്നുണ്ട്. എനിക്ക് ഈ ആൾ ദൈവത്തിന് വിശ്വാസം ഇല്ലേ? അല്ലല്ല, ആൾ ദൈവം അല്ല മോനെ. പിന്നെ ഇത് ആൾ ദൈവം നീ പറഞ്ഞു പൂജിക്കല. ഇതൊരു നാച്ചുറൽ എൻറ്റിറ്റി. സബ്ഗുരു. ഇവിടെ വേറൊരു ഗുരു പരിചയപ്പെട്. നിങ്ങൾ പരിചയപ്പെടുത്തേ. അങ്ങനെ നാളോട് നോക്ക്. ഉടനെ കേരളക്കാരാ റിയൽ ലൈഫില് ആള് ഉടനെ തകരാൻ പോണേ. കത്തിച്ചിട്ട് അടുക്കളയില് പൈസ ഇല്ല പരമാവധി. എന്റെ പേര് പൈസ ഇല്ല പരമാവധി. നിങ്ങൾ ഈ പറയുന്ന പൂജക്ക് പൈസ കൊടുക്കണോ? ജ്യോതിഷം എക്സ്പെൻസീവ് പൂജയാണ്. പഞ്ചപാണ്ഡേശ്വരി കൊമ്പസൂത്ര എന്ന് പറഞ്ഞൊരു പൂജയാണ്. അതെ അതെ. ഇതിന്റെ സാധനങ്ങൾ വാങ്ങാൻ കാശ് വേണം. സാധനങ്ങൾ വാങ്ങാൻ എത്ര കൊടുക്കേണ്ടി വരും? അത് ഞങ്ങള് പറിച്ചു കൊണ്ടുവരുന്നതാണ്. ഹിമാലയത്തിൽ പൈസ വേണ്ടല്ലോ. ഹിമാലയത്തിൽ പോയി പറിച്ചു കൊണ്ടുവരുന്ന സാധനം പോകാൻ പൈസ വേണ്ടേ? എന്റെ അടുത്ത് ഹെലികോപ്റ്റർ ഫ്ലൈറ്റ് ഉണ്ട്, നമുക്ക് പറന്നു പോവാം. നമ്മളെ കയ്യിൽ കുറച്ച് സാധനമുണ്ട്. അതിന്റെ അകത്ത് ബാക്കി വരുന്ന സാധനങ്ങൾ മാത്രമേ നമുക്ക് വാങ്ങേണ്ട ആവശ്യം. എന്തെങ്കിലും ഉള്ളത് ഒപ്പിക്കാം. എന്നാലും എത്ര രൂപ വരുമായിരിക്കും? പൂജക്ക് എങ്ങനെ പോയാലും ഒരു കഥ ഒന്ന് അടച്ചോട്ടെ. 10 രൂപ. 10 രൂപ ഷഡ്ഡി വാങ്ങാൻ വരെ ഇട്ടില്ല. സാമി ഷഡ്ഡി കോണമല്ലേ? നമ്മൾ ഓപ്പൺ എയറിന്റെ ആൾക്കാരാ. ഒരാള് പറയൂ. സാമി കോണൊക്കെ ഞാൻ കോണൊക്കെ ആക്കുമ്പോഴേ അടുക്കളയിൽ എന്തോ കരിഞ്ഞു പോയിട്ടാ. ഫീലിങ്സ് ഒക്കെ എന്തോ പരീക്ഷിച്ചതാന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ പറയാം 10 ലക്ഷം റുപ്യ കൂടി പോയാ ആകും. 10 ലക്ഷം അല്ലേ? അല്ല 10 ലക്ഷം ഞാൻ കൊടുക്കട്ടെ. 10 ലക്ഷം നമുക്കങ്ങനെ വേണ്ടിട്ടല്ല മോനെ. അവിടെ രണ്ടോമാരാണ് പറ്റിക്കണ കേട്ടോ.
സാബ് ഗുരു വന്ന് ഇത് അവന്മാർ കള്ളം വരാണേ. കള്ളവരല്ലേ? വെറുതെ പറ്റിക്കോളൂടായ്പാണ്. പണ്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങിയതല്ലേ. ഞാൻ ഇവിടെ ഒരു ആശ്രമം തുടങ്ങുന്നുണ്ട്. എന്ത് കേട്ടില്ല? ഞാനൊരു ആശ്രമം തുടങ്ങുന്നുണ്ട്. ആശ്രമോ? സബ് ഗുരു ആശ്രമം. ഗുരു ആശ്രമം. എല്ലാ മേഖലയിലും ഇറങ്ങി അവസാനം ആൾദൈവം ആവാൻ പോണല്ലേ. ഹലോ 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 പൈസ പൈസ പൈസ. പറഞ്ഞോ ബ്രോ. സുഖാണോ? ഓ സുഖമാണ് ഞാൻ സ്റ്റീഫനാ SRR. ബ്രോ. എന്തൊക്കെയുണ്ട്? സുഖല്ലേ? എത്ര നാളെ കണ്ടിട്ട്? അതെ 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 കൊറേ നാളായി. ഞാൻ ഇപ്പം കൊറേ നാൾക്ക് ശേഷം സൗണ്ട് കേട്ടപ്പോഴാ വന്നു. ശബ്ദമൊക്കെ മാറിപ്പോയല്ലോ. അത് സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു ബ്രോ. സുഖല്ലേ? കൊറേ നാളായല്ലേ കേറിട്ട്. അതെ 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 കൊറേ നാളായി. സാബ് ഗുരു ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് വരാവേ. ഇല്ല ബ്രോ ബിസിയാണോ? ഇടയ്ക്കൊക്കെ വരുന്നത് നല്ലതാ കേട്ടോ. ആണോ? ഇവിടെ മൊത്തം ആകെ അടിനാശം വെള്ളപ്പൊക്കമാണ്. നമ്മൾ അങ്ങോട്ട് കണ്ടാലും അവർ ഇങ്ങോട്ട് കണ്ടാലും അടിയും വഴക്കും മാത്രമാണ്. ഉള്ളതാണല്ലോ അത്. അയ്യോ കണ്ണാപ്പിയും മന്ദാരം ഒന്നുമില്ല. ഞാൻ അവരെ കൊറേ നാളായി. അമ്മമാരുണ്ടായിരുന്നു, ഇറങ്ങിയെന്ന് തോന്നുന്നു. എങ്ങനെ പോണു? എങ്ങനെ പോണം? ഓക്കെയല്ലേ? അതൊക്കെ ഒക്കെയാണ്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തലവട്ടം കണ്ട പ്രശ്നമാണ്. കാണുന്നുണ്ട് പുറത്താണെങ്കിൽ എല്ലാം കാണുന്നുണ്ട്. ഇടയ്ക്കൊക്കെ വന്നാ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് സംസാരിച്ചിരിക്കാം. അതെ അതെ ഞാൻ പിന്നെ ബിസി ആണെങ്കിൽ പിന്നെ ശല്യം ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാ പിന്നെ ഞാൻ ഇപ്പൊ നോക്കിയപ്പോ അതാണ്. യുവർ എക്സ്ക്യൂസ് പറഞ്ഞു. ഞാൻ സിറ്റിയിൽ കുറച്ച് ന്യൂ ആണ്. ഞാൻ ഫോട്ടോ എടുത്തോട്ടെ നിങ്ങളുടെ എടുത്തോ. നാളത്തെ വാറിനുള്ളതാണ്. ചന്ദ്ര, ഇത് നമ്മുടെ SRR സ്റ്റീഫൻ ബ്രോ. ബ്രോ ഉണ്ടാവും അടുത്ത ബ്രോ ഒന്ന് മാറിക്ക്, ഒരു ഫോട്ടോ എടുത്തോണ്ടിരിക്കുവാണേ. വാസുണ്ണ നിങ്ങളെ പറ്റി എന്തൊക്കെ പറയണമെന്ന് അറിയാവോ നിങ്ങൾക്ക്? കണ്ടമാനം തള്ളക്കുള്ളിയാണ് നിങ്ങളെ. ഞാൻ ഒരു കാര്യം പറയാം സ്റ്റീഫൻ ബ്രോ. സിറ്റുവേഷൻ ട്രിഗർ ആയാൽ ഏറ്റവും കൂടുതൽ വള്ളി ഇവിടുന്ന് പിടിക്കുന്നത് വൾഗറാക്കുന്നത് ഇവനാണ്. വൾഗറാക്കുന്ന വാസുണ്ണനാണ്. വാസുണ്ണ ഇരുന്ന് പറയുന്നുണ്ടല്ലോ, ഇവിടെ മാത്രമല്ല പുറത്തും നല്ലോണം പറയുന്നുണ്ട്. അപ്പൊ അത് നിങ്ങളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ടെന്ന് അറിയാം നമുക്ക്. വാസുണ്ണ സോറി പറയും. എന്ത് സുഖമാണ് അതിനൊക്കെ കിട്ടണ ചന്ദ്ര. ഇപ്പൊ ഒരു വാർ ഒഴിവാക്കിയിട്ട് വന്നോളൂ സ്റ്റീഫൻ ബ്രോ. ഇവൻ ഈ ക്രിസ്മസ് ഇങ്ങനത്തെ സീസൺ ഒക്കെ ആകുമ്പോൾ നാട്ടിൽ പോകണം. അപ്പൊ എന്തായാലും ആൾക്കാര് നമ്മള് സിറ്റി കയറിയാ ചോദിക്കൂലേ എന്താ ചന്ദ്ര സിറ്റി കയറാത്ത. അപ്പൊ ഒരു ഗ്യാങ് സസ്പെൻഷൻ മേടിച്ചു തന്നിട്ട് പോകും. അതൊരു സ്ഥിരം പരിപാടിയാണത്. ഉണ്ടോ ഞാനാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്ക് കയറത്തുള്ളടാ പുള്ളി. ഇല്ല ഞാനിനി അല്ല കാണും. പക്ഷെ നമുക്ക് ആ ഒരു പഴയ വൈബ് മാറുമ്പോഴത്തേക്ക് നമ്മളങ്ങ് ഇതാക്കും, ബ്രേക്ക് ആവും. ഇനി ഇറങ്ങിയ പിള്ളേര് പുതിയ ആളെടുത്ത് റിക്രൂട്ട് ആയിട്ട് കിണ്ടും. ഇടയ്ക്ക് ഞാൻ മാറിയപ്പോ അങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെ തിരിച്ചു വന്നേ. നമ്മളെ കളഞ്ഞേ. ഇല്ല നമ്മള് പുറത്തുനിന്ന് നമ്മള് കുറച്ച് മാനേജ്മെന്റ് ആയിട്ടോ ചെയ്യുന്ന ഉമാരൊക്കെ എടുക്കുന്നത്. നമുക്ക് പിന്നെ നമ്മുടെ ഡൂഡി ഇടയ്ക്കെല്ലാം വരുവോ? ഡൂഡിനി അങ്ങനെ വരുമ്പോ അല്ല കുടുംബജീവിതം അറിയാലോ. ഇല്ല ഞാൻ നമുക്കാർക്കും അങ്ങനെ ഇതുവരെ കുടുംബ ചന്ദ്രൻ അറിയാം. ചന്ദ്രനൊരു കുട്ടിയും അമ്മയൊക്കെ ഉണ്ട്, ഭാര്യയൊക്കെ ഉണ്ട്. അമ്മയല്ലേ? അത് ശരി ഉണ്ടാവോ ബ്രോ? ഞാൻ ഒരു കാര്യം ഉള്ളത് പോലെ പറയാല്ലേ. SRR ഇപ്പൊ നല്ല രീതിയിലാണ് കളിക്കുന്നേട്ടാ. എനിക്കൊരു ചെറിയ ഡൗട്ട് ഒന്ന് നോക്കിട്ട് അണ്ണാ അതേ മറ്റേ പയ്യെ അണ്ണാ ചന്ദ്രേട്ടനല്ലേ? അതന്നെ ചന്ദ്രേട്ടൻ എന്താ ഇവിടെ? ഞാൻ പിന്നെ വാസുണ്ണനെ കാണണമായിരുന്നു. നേരെ നിൽക്കുന്നതാണ് വാസുണ്ണൻ. എവിടെ? എടാ നീയല്ലേ വാസുണ്ണനെ കണ്ടോന്ന് പറഞ്ഞേ? വാസുണ്ണ ഇല്ല അണ്ണ ഇപ്പൊ വരും. അണ്ണനെ പ്രാർത്ഥനയിലാണ് മിണ്ട ഒരു 5 സെക്കൻഡ് പ്രാർത്ഥനയിലാണ്. അണ്ണാ മീറ്റ് ചെയ്താ ഇത് വാസുണ്ണ
ഇത് മിണ്ടാണ്ടിക്കടാ വാസവണ്ണ പ്രാർത്ഥനയല്ല അണ്ണ അണ്ണ എടാ, ഒരു സെക്കൻഡ് അണ്ണ പ്രാർത്ഥനയല്ല ഇപ്പൊ എനിക്ക് ഇതാണ് ഈ അണ്ണ ആ ഈ ചന്ദ്രൻ പട്ടിക ഇവൻ വൈഫിനെ ബ്രോഡ്വേയിൽ കൊണ്ടിട്ട് ഒരു ക്രിസ്മസ് ട്രീ നിങ്ങൾ എത്രണ്ണം വെക്കും? ഇത് അലങ്കരിക്കാനുള്ള സാധനത്തിന്റെ ക്രിസ്മസ് ട്രീ കാണുന്നില്ല. ലൈറ്റും എന്തൊക്കെയോ സാധനങ്ങൾ തൂങ്ങി കിടക്കണം. അമ്മ ആരെ മുമ്പിലും കുനിയരുത്, പിടിച്ചു കൊണ്ടുപോകും. ഇതാണ് അമ്മു. ഹലോ 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 അശോടാ ഹലോ അണ്ണ അണ്ണ ഹലോ അതാരാ? അമ്മു വാസവണ്ണ ഞാൻ മമ്മൂക്കോയ ആ ഹലോ മമ്മൂക്കോയ. വാസവണ്ണൻ തന്നെയല്ലേ? അതെ അതെ ഞാൻ തന്നെയാണ്. അണ്ണ എനിക്ക് തനിച്ചൊരു സംസാരിക്കണം. സംസാരിക്കണം. ഓ ഒന്ന് അണ്ണ ഇതാണ് ഞാൻ പറഞ്ഞ പയ്യൻ. സ്റ്റീഫൻ ബ്രോ പോയിട്ട് വരാം കേട്ടോ. ബ്രോ ഓക്കെ പോട്ടോ. ഓക്കെ ഓക്കെ താങ്ക് യു ബ്രോ. ഓക്കെ കണ്ടടാ OG SRR മെമ്പേഴ്സിനെ കണ്ടാ നിങ്ങളൊക്കെ? അണ്ണ അവരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എന്തായിരുന്നു അറിയോ? RP എന്ന് പറഞ്ഞ കേക്കാം. കണ്ണു വയ്യാത്ത പയ്യൻ അണ്ണനെ എലീനെ പറ്റി പാട്ട് എഴുതിയെന്നൊക്കെ പറയുന്നു. വാസവണ്ണ പിന്നെ ഹലോ ആ ഹലോ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഇതാണോ മമ്മു? നിന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. ആ മമ്മൂക്കോ എങ്ങനെയുണ്ട് അന്നെ മുഖം എങ്ങനെ? കൊള്ള അടിപൊളി അടിപൊളി സെറ്റപ്പ് അണ്ണനൊക്കെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്നുണ്ട്. പക്ഷെ ഞാൻ എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. അണ്ണ നമുക്ക് ഞാൻ അണ്ണന്റെ പേര് കൂടട്ടെ. ഈ നക്കിയ കൂടാൻ പറ്റും തോന്നട്ടാ. ആ നക്കി ഒന്ന് മാറിക്കടാ നിങ്ങളൊന്ന് മാറിക്കടാ. അണ്ണന്റെ അപ്പുറത്ത് മാറിയുന്ന എല്ലാരും എന്താണ് അണ്ണ പ്രാർത്ഥനയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പ്രാർത്ഥന ഏത് പ്രാർത്ഥന? അല്ല എന്നോട് ആരോ പറഞ്ഞ അണ്ണൻ പ്രാർത്ഥനയിലാന്ന്. എടാ ഈ ഞെക്കടാ ഈ മസിൽ ഈ മസിലാ ഈ നക്കി അണ്ണ ഐ ലവ് യു അണ്ണ പോലി. അണ്ണ എന്നിട്ട് എന്ത് വിശേഷാ? ഷമീറൊക്കെ എന്ത്? ഷമീറില്ല. ഷമീർ കഴിഞ്ഞ ദിവസം വന്ന് പരിചയപ്പെട്ടായിരുന്നു. നീ വരുമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ വന്നല്ലോ അണ്ണ. ഞങ്ങൾക്ക് അണ്ണൻ ഇങ്ങനെ നോക്കിക്ക എന്തൊരു ഇഷ്ടാന്ന് പറയാ അണ്ണ. നീ ഒത്തിരി സുഖിപ്പിക്കല്ലേ, എനിക്കങ്ങ് സുഖം കൂടുന്നു. അണ്ണൻ ഇതുപോലെ സുഖിപ്പിച്ച ലാസ്റ്റ് കണ്ട താരയാണ്. അല്ല അങ്ങനല്ല താരയാണ് ഇതുപോലെ സുഖിപ്പിച്ച അണ്ണൻ അവസാനം. അണ്ണനെ പ്രേമിക്കൊന്നും ചെയ്യില്ല. പക്ഷെ ഞാൻ അങ്ങനത്തെ ആളല്ലാട്ടാ. ഞാൻ നല്ലൊരു ചക്കനാ, നല്ലൊരു മനുഷ്യനാ. നിന്നെ കണ്ടാ തന്നെ അറിയാം നല്ലൊരു പയ്യൻ. അണ്ണ എന്നിട്ടെന്ത് നമുക്ക് ഇവിടെ വൈവാക്കണ്ട പൊളിക്കണ്ട ഇങ്ങനെ നിന്നിട്ട് കാര്യണ്ടാ? ഇല്ല ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഇവിടെ ഫാമിലി ഒക്കെ തുടങ്ങുന്നു, കുടുംബമൊക്കെ തുടങ്ങുന്നെന്ന് പറഞ്ഞ്. കുടുംബം അനക്കാ അനക്ക് പെണ്ണ് കിട്ടൂലാട്ടോ അണ്ണ. പെണ്ണല്ല കുടുംബം അല്ലേ നമുക്ക് ആദ്യം. കുടുംബം എന്ന് പറയുമ്പോ അങ്ങനെല്ലാം കഴിച്ചുള്ള ഒരു കുടുംബല്ലേ അണ്ണൻ? അയ്യോ അങ്ങനല്ല, ഇവിടെ അല്ലാത്തൊരു കുടുംബമുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ കുടുംബത്തിന്റെ പേര് TVA. അതുപോലൊരു കുടുംബം. അങ്ങനെ ഇറക്കുന്നുണ്ട് എനിക്ക്. ഓഹോ അങ്ങനെ അതന്നെ. ആ കുടുംബം ഉടനെ ഉണ്ടാവോ? കുടുംബം ഇപ്പൊ മൂഞ്ചിച്ചുള്ളത് കൊഴപ്പില്ല, വരുവായിരിക്കും. എന്റെ ഒപ്പം രണ്ടാളുണ്ടേനു, ബീരാനും അവരെല്ലാം പോയി. പറഞ്ഞിട്ട് കാര്യമില്ല അണ്ണാ, ഒരുത്തിനെ വിശ്വസിച്ചൂടാ. ഇപ്പൊ ഞാൻ മാത്രമല്ലേ മമ്മു. അതാരാ സംസാരിച്ചത്? അതാരാ? ഹലോ സൂപ്പർ റിഷാനെ പോയാ? പിന്നെ എനിക്ക് എന്താ വിശേഷം? അണ്ണൻ ഒരു പാട്ട് പാടോ? അയ്യോ പാട്ട് പാടാൻ വയ്യടാ, ചത്തിരിക്കുക. അണ്ണൻ ഞാൻ പാട്ട് പാടും. നീ പാടിക്കോ, ഞാൻ കേക്കാം. ഇതല്ല അണ്ണൻ ആര് കാര്യം തരട്ടെ. ഇത് മൊത്തം അണ്ണന്റെ ടീമാ? ഇതെന്താ തോക്കല്ലോ? അല്ലല്ല, ഈ ഡ്രസ് ഇട്ടേക്കണെല്ലാം എന്റെ, ഈ സെയിം കളർ ഡ്രസ് ഇട്ടേക്കണെല്ലാം എന്റെ ടീമിലുള്ള പിള്ളേരാ. അപ്പൊ ബാക്കിയുള്ളവര് ടീമിലല്ലല്ലോ? ചന്ദ്രപ്പനുണ്ട് അണ്ണനോട് നമുക്കൊരു കേസ് പറയാനുണ്ട്. ഓ പറ. ഞാന് അന്ന് കഴിഞ്ഞ പ്രാവശ്യം സിറ്റിയിൽ വന്നേരോ ചന്ദ്രപ്പാട്ടിനാണ് ഞാൻ പരിചയപ്പെട്ടത്. ചന്ദ്രപ്പനോട് പറഞ്ഞ് അണ്ണനെ കാണോ? അപ്പൊ വായി തുറന്ന് പറയാം അണ്ണന്റെ അണ്ടിന്ന്. അതെന്താ ഞാൻ പറയണ്ടത്? അണ്ണൻ തന്നെ ഓനോട് പറ.
അത് പോട്ടെ ഞാനങ്ങനെ പറഞ്ഞ കള്ളം പറയണ കള്ളം ചന്ദ്രപ്പ തെങ്ങ് കയറ്റ ചന്ദ്രപ്പ നീ നീ കളർ വേണ്ടേ സൂര്യ റെഡി റെഡി ഇല്ല അണ്ണ സ്നേഹമുള്ളവനാണ് അതുകൊണ്ട് തന്നെ അണ്ണാൻ തന്നെ ഞാൻ വിളിക്കുന്നത്. അതെ 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 നീ അത് മാറ്റി വിളിക്കാതിരുന്നാ മതി. നീ പേര് വിളിച്ചാലും കുഴപ്പമില്ല, നാളെ അത് മാറ്റി വിളിക്കാതിരുന്നാ മതി. നീ ഇല്ല ഞാൻ അങ്ങനത്തെ അല്ല, ഞാൻ വാക്ക് മാറാത്ത എന്താ പുയ്വാരി അറിയുന്ന ഞാൻ ചെയ്യണ്ടേ? ഒന്നും ചെയ്യണ്ട, അതൊക്കെ ക്രിസ്മസ് അല്ലേ, അതിന്റേതായിട്ടുള്ള സെലിബ്രേഷൻ ഒക്കെ അല്ല നമുക്ക് ക്രിസ്മസ് അടിച്ചു പൊളിക്കണ്ടേ? പിന്നെ അടിച്ചു പൊളിക്കണം. ഓ ഞാൻ വിചാരിച്ചില്ല കേട്ടോ അണ്ണനെ ഇങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഞാൻ വിചാരിച്ചില്ല കേട്ടോ. നീ ഇടയ്ക്കൊക്കെ കാണാം, സിറ്റിയിലുണ്ടാവല്ലേ? അല്ലല്ല പോലെ ഇല്ലല്ല ഞാൻ ഇവിടെ ഉണ്ട് പറഞ്ഞോ. അല്ല ഞാൻ കാര്യം പറ്റേ ക്രിസ്മസിന് നമുക്കൊരു വൈവാക്കണ്ടേ? ഓ ഓക്കെ പിന്നെ വൈവാക്കാം. ഞാൻ പാട്ട് പാടാ. ഞാൻ എന്റെ ഒരു കഴിവെന്ന് വെച്ചാൽ ഞാൻ പാട്ട് പാടാ. നീ ഒരു പാട്ട് പാട് കേക്കട്ടെ എന്നാ. പാട്ട് പാട്. ഏതോ അണ്ണൻ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? നിനക്ക് ഇഷ്ടമുള്ള പാട്ട് പാടിക്കോ. നിനക്ക് ഇഷ്ടമുള്ള പാട്ട്. അണ്ണൻ വാസു അണ്ണൻ നമ്മുടെ മുത്താണേ. ഇലക്ഷൻ പാട്ട് വേണ്ട, ഈ ഇലക്ഷൻ പാട്ട് വേണ്ട, അല്ലാത്ത പാട്ട് അറിയാവോ? അല്ലാത്ത പാട്ട് എങ്ങനെ നമുക്ക് ജും ചാക്കാക്കുന്ന പാട്ട് അല്ലാണ്ട് ചില്ല ചെയ്യുന്ന പാട്ടാ? നീ ഏതെങ്കിലും സിനിമാ പാട്ട് പാടിയാ മതി. ഞാൻ മ്യൂസിക്കെല്ലാം ചെയ്യട്ടെ, വായനെ കൊണ്ട് എന്തെങ്കിലും ഒച്ചയിലാക്കൂ. അതെന്താ കണ്ടോ? റെഡി 1 2 3 സ്റ്റാർട്ട്. സപ്പോർട്ട് ചെയ്യണേ. ശരി റാപ്പ് പണിക്കാണിടാ ജലദോഷ എല്ലാം അപ്പൊ കഴിവുണ്ട് അണ്ണൻ തന്നെ ഒരു പാട്ട് പാടിത്തരാം. ഏതാ പാട്ട് അണ്ണൻ ഇഷ്ടം? അണ്ണ എന്നോട് പറ. നീ ഇഷ്ടമുള്ള പാട്ട് പഠിക്കും. നിനക്ക് ഇഷ്ടമുള്ള പാട്ട് പഠിക്കോ. നമുക്ക് എന്തായാലും ക്രിസ്മസ് അല്ലേ, അപ്പൊ ക്രിസ്മസ് അത് എന്നാ നാടിൻ നന്മകനെ അതാണ് അണ്ണന് പറ്റിയ പാട്ടാ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നെഞ്ചിൽ സൂര്യനും മന്ദിരനും ഒന്നായവനെ കാലം കാത്തുവെച്ച രക്ഷകനെ സമാരകനെ അണ്ണൻ ഞങ്ങൾക്കായി വന്നവനെ ഭയമേ മാറിപ്പോന്നേ അന്നം വന്നാൽ കുമ്പിട്ട് നില്ല് ഇരുട്ടിൽ സിറ്റി വാടും രാജാവക്ക് എല്ലാരും ചൊല്ല് ഇവനെ തടുവാനായി എന്നും ജനത്തിരക്ക് കാലം നടത്തി വെച്ചാൽ കായ്പൊരു ഇല്ലുമിനാട്ടി അണ്ണൻ നാടൻ കൊലമല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി അണ്ണൻ തനി നാടൻ കൊലിമല്ലുമിനാട്ടി. എങ്ങനെയുണ്ടെന്നാ? നീ അടിപൊളിയായിട്ട് പാടുന്നുണ്ടല്ലോ. ഞാൻ ഒരു പൊളി തന്നെ. വിഷയം. എനിക്ക് വേറൊരു ആഗ്രഹം കൂടി ഉണ്ട്. ഓ പറ. അല്ല അന്ന ഇന്ന് ഹൗസിൽ കൊണ്ട് പോവാ, TV ഹൗസ്. ഓ നിന്നെ ഇന്ന് ഇനിയിപ്പോ സമയമില്ലടാ, ഇന്ന് ഒത്തിരി ലേറ്റ് ആയി പോയി. 1 മണിയാവാറായില്ലേ? ഓ അങ്ങനെയാ. ഞാൻ പോയിന് വിസിറ്റ് ചെയ്യാനാ TV ഹൗസിലേക്ക് പോയിന്. എനിക്ക് അവിടെ തന്നെ എന്നെ കൊന്നു. ഞാൻ തയ്യണ്ട്. നീ തല ഇറങ്ങി വീണതാണ്. അവിടെ ഫുഡും വെള്ളം കഴിക്കണോടാ കറക്റ്റ് സമയത്ത്, അല്ലെങ്കിൽ തല ഇറങ്ങി വീഴും. തല അണ്ണം വീണാ ഇതല്ലേ? ഓക്കെ അണ്ണ എനിക്ക് എന്റെ ഒരു ആഗ്രഹം അണ്ണൻ എപ്പോഴും ഇങ്ങനെ തന്നെ ഉയരത്തില് എത്തണോന്ന് എന്റെ ഒരു ആഗ്രഹം. അണ്ണൻ ഒരിക്കലും തളരരുത്. അതെ അത് തളരൂലറാ. ചന്ദ്രപ്പം പോരാട്ടാ. ഞാൻ പറഞ്ഞു ചന്ദ്രപ്പൻ എനിക്ക് പേടിയാന്ന് കേട്ടാ. അതെന്താ അണ്ണ ഞാനെന്താ ചെയ്യണ്ടേ? ചന്ദ്രപ്പൻ ഭയങ്കര ദേഷ്യം പിടിക്കലു അന്നെന്തോ വല്ലതും പറഞ്ഞാടാ നിന്റെ മമ്മു. ഞാൻ നിന്നെ ഗ്യാങ് ഹൗസിൽ നിന്നെ നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോയി. നീ അവിടെ തലറങ്ങിയപ്പോഴത്തേക്കും നിന്റെ ശവം പോലും ഞങ്ങൾ അടക്കാന്നാണ് തീരുമാനിച്ചത്. അതെ, തല ഇറങ്ങിയാല് ശവാണ് അടക്കേണ്ടത്. കുറച്ച് പുട്ടും പപ്സും തന്നാ ഞാൻ എണീക്കും. അണ്ണൻ തന്നെ പറയാം. ഒരാൾ തല ഇറങ്ങി വീണാല് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരാൾ അപ്പാട് അങ്ങ് അടക്കേ ചെയ്യേണ്ട അണ്ണൻ തന്നെ പറയാം. ഇതിനൊരു സൊല്യൂഷൻ അണ്ണൻ കണ്ടുപിടിച്ചാ. നിനക്ക് സിറ്റിയിലെ കാര്യങ്ങളൊക്കെ വലുതായിട്ട് അറിയാത്തോണ്ട് എല്ലാം ഒന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും സെറ്റ് ആവും. ഓ അങ്ങനെ ഉണ്ടല്ലോ. ഇവിടെ ഫുഡും വെള്ളമൊക്കെ കറക്റ്റ് സമയത്ത് കഴിക്കണം, എന്നാലേ നിനക്ക് ഇതായിട്ട് നിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായ? അണ്ണ ഫുഡ് കഴിച്ചാ? ഓ ഞാൻ കഴിച്ചു. നീ കഴിച്ചാ? ഞാൻ കഴിച്ചു. അണ്ണന്റെ വെഹിക്കൽ ആരാണ്?
തോർത്തിട്ടിട്ട് അതെനിക്ക് അറിഞ്ഞൂടാ സാമി 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 സ്വാമിമാരുടെ കൂട്ടത്തിലുള്ള ആളാ. ഓ അങ്ങനെ 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 നിങ്ങൾ എന്തിനാ ചില്ല ഇതൊക്കെ പറയും ജാതകം പറഞ്ഞ ഏതാ നാള് അവൻ റോങ് ആയിട്ടൊന്നും സംസാരിക്കണില്ലല്ലോ ചില്ല അവൻ. അണ്ണ 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 അന്റെ ഒരു പാട്ടും കൂടി കേൾക്കാൻ ശക്തി ഉണ്ടാ. ഓ നീ പാടിക്കോ സയ്യാറ അന്റെ സയ്യാറയാണ് ഹിറ്റ്. ആ അതാ നീ പാടിക്കോ. ഞാന് ഇതേപോലത്തെ സയ്യാറ എല്ലാരും ബായ് ബായ് പോർന്നു ഒരാള് പോവാന്ന് പറഞ്ഞതാടാ. നീ പാടിക്കോ. ആ നോക്കെ ഇതെന്താന്ന് എല്ലാരും ഇവിടെ കൂടിയെന്നില്ല. നിന്റെ പാട്ട് കേൾക്കാൻ വേണ്ടിട്ടാ. ओके तू पास है मेरे पास है से मेरा कोई एक सांस है जैसे तो पास है मेरे पास है से मेरा कोई एक सांस है जैसे हाय मैं मर ही जाऊं जो तुझको नो हम पाऊं बातों में तेरी में रंग बिताओ अमृतों पे लम्हा लम्हा है आम तेरा हाय तुझको याओ में तुझको अन्ना कईयड़के അടിപൊളി കിടലൻ सैयार तो बदला नहीं है मौसम जरा सा रोता हुआ है सैयार तो बदला नहीं है मौसम जरा सा रोता हुआ है അടിപൊളി അപ്പൊ എനിക്ക് കഴിവുണ്ടല്ലേ? അതെ കഴിവുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു പൊന്നിന് വാടി കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ അവളെ കാണുന്നില്ല, എന്താന്ന് അറിയില്ല. സെറ്റാവട്ടെ കാണാടാ. അപ്പൊ ഞാൻ എനിക്ക് ഇറങ്ങാൻ സമയം. അല്ല അണ്ണ ഒരു കാര്യം പറയാൻ അണ്ണ പോലെ പറ. അണ്ണൻ എങ്ങനെ ഗേൾ ഫ്രണ്ട് എല്ലാം ഉണ്ടാവും? എല്ലാം അറിയണോ? അണ്ണ അടിക്കൊന്നും ചെയ്യില്ല, ഞാൻ അറിയാണ്ട് ചോദിച്ചതാ. ഇല്ല അടിക്കൊന്നുമില്ല. അപ്പൊ പോക്കായാ? ഇറങ്ങിക്കുവായിരുന്നു. അപ്പൊ അണ്ണൻ എല്ലാ ദിവസവും ഇടുത്തന്നുണ്ടോ? ഞാൻ എല്ലാ ദിവസവും ഉണ്ടാവില്ല, ഒന്നോട്ടൊക്കെ വരും. ആ ഓക്കെ. എങ്ങനെ അന്നെ ഇഷ്ടപ്പെട്ടാ? ഓ നിന്നെ ഇഷ്ടപ്പെട്ടു. കൊള്ളാം. മറ്റേതാണ് അല്ല അതിനല്ല, ഇത് സാധനം ഇഷ്ടപ്പെട്ടു. എന്ത് മറ്റേതാണോ? അതാരാ? ചന്ദ്രപ്പനായിരിക്കും. എന്റെ പേര് മാത്രമേ അറിയാവൂ. ചന്ദ്രപ്പട്ട എന്തെല്ലാം വിശേഷം? സുഖല്ലേ? ഇവന്റെ പോകാനായോ? നിന്റെ ശബ്ദം നീ മൈക്ക് അനൗൺസ് ചെയ്യാൻ വെച്ചിരിക്കണ നീ ഇത്. ലൈവ് കാണുന്നു. ബട്ട് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളെ സപ്പോർട്ട് ചെയ്യല്ലേ ബ്രോ? എന്താ ബ്രോ പറയണേ? പറഞ്ഞു. മമ്മ പോയിട്ട് നിങ്ങളൊക്കെ എന്താ കേസ് പറയണേ? അവന്റെ നിങ്ങൾ ഈ കേസ് ഈ ആർപിയും ഇതിന് വെളിയിലത്തെ ക്യാരക്ടറും മിങ്കിൾ ചെയ്യലത്. ഹലോ ഹെൽത്ത് പോഷൻ എടുക്കുന്നുണ്ടോ? കേട്ടില്ല. ഹാർമർ പോഷനും ഹെൽത്ത് പോഷനും എടുക്കലുണ്ടോ? വാങ്ങിക്കലുണ്ടോ? സ്റ്റോക്ക് ഉണ്ടോന്ന് ചോദിക്കണം. മന്ദാര ആണ് ഇവിടെ. സത്യം പറഞ്ഞ വേറെ ആരും ഇല്ല ഇതിനകത്ത് ഇപ്പൊ അറിയാവുന്ന. ഞാൻ നാളെ കൊടുക്കുന്നുണ്ടോ? എന്റെ അടുത്തൊരു എടാ മല്ലയ്യ 2500 അല്ലേ? 2800 2200 ആർമർ മിക്സ് ആയിട്ടുണ്ട്. ഞാൻ നാളെ ചോദിച്ചിട്ട് ഞാൻ നാളെ കൊടുക്കണം. നാളെ തന്നെ കൺഫേം ചെയ്യാം. ശരി ഓക്കെ. ഞാനപ്പോ ഇറങ്ങാൻ പോണ്. സൗകര്യ പോയിട്ട് വരാം. ഞാൻ നിങ്ങളടുത്ത് എല്ലായിടത്തും ഒരു കാര്യം പറയാം കേസ്. ഞാനിപ്പോ അവന്റെ ഞാൻ ന്യായീകരിക്കൊന്നുമല്ല, ആരും ന്യായീകരിക്കുന്നൊന്നുമില്ല.
അവരുടെ വെളിയിലത്തെ കാര്യം അല്ലെങ്കിൽ അവർ റിയൽ ലൈഫിൽ എങ്ങനെയായിരുന്നല്ലേ അവർ എന്തെങ്കിലും സ്ട്രീമിംഗിൽ ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുണ്ടോ അതൊക്കെ അവരുടെ വെളിയിലത്തെ കാര്യമാണ് ഗൈസ്. നമ്മൾ അകത്ത് ഒരാളെ അടുത്ത് RPയിൽ സംസാരിക്കുമ്പോൾ ലൈക്ക് അത് ഒരു റിയൽ ലൈഫായിട്ട് യാതൊരു ബന്ധവുമില്ല, മനസ്സിലായ? റിയൽ ലൈഫായിട്ട് യാതൊരു ബന്ധവുമില്ല നമ്മൾ അതിന്. അതപ്പോൾ അതിന് നമ്മൾക്ക് ഈ പറയണത് പോലെ അവരകത്ത് ചെയ്യുന്ന കാര്യത്തിനോട് ഇപ്പം ഞാൻ ചെന്നിട്ട് പറയാം, ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം, ഇപ്പം മമ്മു ആയാലും ഷമീർ ആയാലും തൊപ്പി ആയാലും അവരെയൊക്കെ നമ്മൾ സിറ്റിക്കകത്ത് കാണുന്ന സമയത്ത് അവർക്കൊരു വ്യൂവർഷിപ്പ് ഉള്ള ആൾക്കാരാകുമ്പോൾ നമ്മൾ ചെന്നിട്ട് നേരെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇഗ്നോർ ചെയ്യേണ്ടത് അവരെ? അല്ല, നിങ്ങൾ നമ്മുടെ അടുത്ത് പറ, നമ്മളെ ഇൻ ഗെയിമിനകത്ത് അവരെന്തെങ്കിലും ഉപദ്രവിച്ചോ? വെളിയിൽ സ്ട്രീമിങ്ങും അവരുടെ കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളായിട്ട് ബന്ധമില്ല. അകത്ത് വന്ന് പറയുമ്പോൾ അവർ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ എന്തെങ്കിലും ബാഡായിട്ട് പറയുന്നതിന് അന്ന് ഞാൻ തന്നെ തിരിച്ചു പറഞ്ഞോളാം, മനസ്സിലായ? അൺടിൽ അതുവരെ ഇപ്പം അവൻ ഒന്നും പറഞ്ഞിട്ടില്ല, അവൻ മര്യാദയ്ക്കല്ലേ സംസാരിക്കണേ. അപ്പം നമ്മൾ സംസാരിച്ച് വിടുക അത്രേ ഉള്ളൂ, അല്ലാതെ അവനെ നമ്മൾ അവിടെ ഇതാക്കേണ്ട ആവശ്യമില്ല, ഒന്നാമത്തെ കാര്യം. അപ്പം അവൻ എന്തെങ്കിലും റോങ് ആയിട്ട് സംസാരിച്ചാൽ തിരിച്ചാൽ നമ്മുടെ RP ആയിട്ട് സംസാരിക്കാൻ എനിക്കും അറിയാം, അത് അങ്ങനെ സംസാരിച്ചോളാം. ഈ അൺടിൽ ഇതുവരെ ഇപ്പം അവനതൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മളൊന്നും പറയണില്ല, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് കേസ് ഞാൻ ഇത് ഒരാളുടെ കേസിലല്ല ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണേ. കഴിഞ്ഞ ദിവസം നമ്മൾ റോക്സൈനായിട്ട് RP ചെയ്തുകൊണ്ടിരുന്നപ്പോഴും നിങ്ങൾ ചാറ്റിൽ ഇതേപോലെ കുറേ പേര് പറയുന്നു, ബ്രോ അവർ വെളിയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു, പുള്ളിക്കാരി മറ്റേ വേറെന്തെങ്കിലും കോൺട്രവേഴ്സിയിൽ ഉണ്ടോ, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. സിറ്റിക്കകത്ത് വരുമ്പോൾ നിങ്ങളാണെങ്കിലും നാളെ ഒരു RP സിറ്റുവേഷൻ ഉണ്ടായിട്ട് ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ എന്നെ റിയൽ ലൈഫിൽ അറിയാവുന്ന ആൾക്കാരാണ്, ഞാൻ ഇത് നേരെ തിരിച്ചും പറയാം, നിങ്ങൾക്ക് റിയൽ ലൈഫിൽ എന്നെ ഭയങ്കര അറിയാവുന്ന ആളാണെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് എന്നെ അറിയാം. പക്ഷെ ഇവിടെ വരുമ്പോൾ ഞാൻ പരിചയം കാണിക്കൂല, ചിലപ്പോൾ കാണിക്കൂല. ഇപ്പം നിങ്ങൾ വേറെ ഓപ്പോസിറ്റ് ഗ്യാങ്ങിൽ വരുമ്പം ഒബ്വിയസ്ലി അടിയാവും, മനസ്സിലായോ? അത് അങ്ങനെയാണ് ഇവിടെ. ഈ RP എന്ന് പറയുന്ന സാധനം, പ്രത്യേകിച്ച് ഗ്യാങ് RP, എനിക്ക് ഇപ്പോഴും ഞാൻ പറയാം ഗൈസ്, എനിക്ക് പരിചയമുള്ളവരും എനിക്ക് ഇഷ്ടമുള്ളവരും RPയിൽ വരുന്നതിനോട് ഞാൻ ഭയങ്കര എതിരാണ്. പ്രത്യേകിച്ച് ഈ വരുന്ന ആൾക്കാർ ഏതെങ്കിലും ഗ്യാങ്ങിൽ ജോയിൻ ചെയ്താൽ എനിക്ക് ഒടുക്കത്തെ പേടിയാണ്, സത്യം പറയാലോ. എൻഡ് ഓഫ് ദ ഡേ അവരും നമ്മളും എല്ലാം നമ്മുടെ ഗ്യാങ്ങിന് വേണ്ടിയും നമുക്ക് വേണ്ടിയേ സംസാരിക്കുകയുള്ളൂ. അതൊരു വലിയ വേഴ്സാവും, വലിയ ഇതാവും. സിറ്റിസണായിട്ട് കളിക്കണത് പോലെ അല്ല ഇവിടെ ഇതായിട്ട്. ഈ നമ്മളൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കുറേ പേര് തന്നെ പറഞ്ഞിട്ടുണ്ട്, TV-യുടെ RP കണ്ടിട്ടാണ് നമ്മൾ ഇതിനകത്ത് കയറിയത്, എന്നിട്ട് ഇവന്മാരെ കുണം അറിയണമെങ്കിൽ ഇതിനകത്ത് കയറണമെന്ന്. അപ്പം നമ്മുടെ RP കണ്ടിട്ട് കയറുന്ന ഒരാൾ ഗ്യാങ്ങിൽ കയറിയിട്ട് ആ ഗ്യാങ്ങിന് വേണ്ടി സംസാരിച്ചാൽ നമ്മൾ മിണ്ടാതിരിക്കണം എന്നാണ് പറയുന്നത്. അതൊരിക്കലും പറ്റത്തില്ല, മനസ്സിലായ? ലൈക്ക് അതൊരു വല്ലാത്ത പ്രശ്നമാണ്, അത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഞാൻ രണ്ട് സൈഡും പറയാം. അനുഭവം അറ്റ് ഇറ്റ്സ് പീക്കാണ് എനിക്ക് ഇതിനകത്തുള്ളത്. എനിക്ക് പേടിയാണ്. എനിക്ക് ഇതിനകത്ത് ഈ ഒരു ഗെയിമിൽ എനിക്ക് അറിയാവുന്നവരും അല്ലെങ്കിൽ വേറെ ആൾക്കാരും, അതായത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, കാസ്ട്രോ ആയിക്കോട്ടെ, ബ്രാവോ ആയിക്കോട്ടെ, ഇവരുമായിട്ടൊക്കെ എങ്ങനെ പൊക്കോണ്ടിരുന്നായിരുന്നു നമ്മളൊരു സമയം വരെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു സിറ്റുവേഷനിൽ അതിൽ നമ്മൾ ഒരിക്കലും കുറ്റം പറയല്ല. ഞാൻ പറയാം, ഡോക്കി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അവൻ ഏറ്റവും വൺ ഓഫ് ദ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അതായത് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡെയിലി വിളിക്കും, അങ്ങനെയൊന്നുമല്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഞങ്ങൾ ഒരു ഗ്യാപ്പ് കിട്ടി ട്രിപ്പ് പോണ കൂട്ടുകാരായിരുന്നു ഞങ്ങൾ. ഒരു സിംഗിൾ സിറ്റുവേഷനിൽ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ഒരു 2-3 വർഷത്തെ ആ TV സിറ്റുവേഷന് ശേഷം ഞങ്ങൾ 1-2 വട്ടം ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഉള്ളൂ, മനസ്സിലായ? അത്രയും വേഴ്സാവും ഇതിനകത്തെ സംസാരം. അത് നിങ്ങൾ രണ്ട് സെൻസിൽ ഞാൻ പറയാം. അപ്പോൾ ഓപ്പോസിറ്റ് വെളിയിൽ എന്തെങ്കിലും പ്രശ്നമുള്ളവർ അകത്ത് വന്ന് മര്യാദയ്ക്ക് സംസാരിച്ച് അവരെ മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്യാൻ വേണം. അതുപോലെ വെളിയിൽ സൗഹൃദമായിട്ടുള്ളവർ അകത്ത് വന്നാൽ അവരെ ശത്രുക്കളാവാതെ നോക്കുകയും വേണം. ഇത് രണ്ടും കീപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, SRR ആയിട്ട് നമ്മൾ എന്തൊക്കെ ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം ലൈവിൽ ഇരുന്ന് പറഞ്ഞു ഇവന്മാരുമായിട്ട് ഞാൻ വീണ്ടും സിറ്റുവേഷൻ എടുക്കുമോ അടിക്കുമെന്ന്. പക്ഷേ സ്റ്റീഫൻ ബ്രോ ഒന്ന് സംസാരിച്ചിട്ടുണ്ട്, ഞാൻ പുള്ളിയുടെ അടുത്ത് തിരിച്ച് സംസാരിക്കണുണ്ട്. ഞങ്ങൾ റിയൽ ലൈഫിലും ഞാൻ ഇതിനു മുമ്പ് നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. സത്യം പറയാം ഗൈസ്, ഇതിനൊരു ഡാർക്കർ സൈഡ് ഉണ്ട്. ഞാൻ ഇപ്പോഴും പറയാം, ഈ ഗെയിമിനൊരു ഡാർക്കർ സൈഡ് ഉണ്ട്. നിങ്ങൾ കളിച്ച് തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാകത്തുള്ളൂ, അല്ലാതെ എങ്ങനെ പറഞ്ഞാലും നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. അൺടിൽ നിങ്ങൾ ഇത് കളിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് വെളിയിൽ നിന്ന് കാണുന്ന POV മാത്രമേ ഉണ്ടാവുള്ളൂ.